ഹായ് ഹലോ അപ്പോളേ നമ്മളവിടെ നിന്ന് നല്ല മഴയാണ് കേട്ടോ 4 മണിക്ക്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ പറഞ്ഞു നമുക്ക് ചക്കക്കുരു കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുക പറഞ്ഞു. ഞങ്ങൾ റെഡിയാക്കി തരും, ഞാൻ പൊരിച്ച് തരാറുണ്ട്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അതാ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഒക്കെ ഞാൻ തൊലി കളഞ്ഞു കൊടുത്തു. കുഞ്ഞാണിയൊക്കെയാണ് നുറുക്കി തരുന്നത് കേട്ടോ. അപ്പോൾ അത് നുറുക്കി കഴിഞ്ഞപ്പോൾ അതാ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാരി നോക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ നമുക്ക് കുറച്ച് പാകത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി നമ്മൾ എരിവിന് ഇഷ്ടമുള്ളത് എത്ര വെച്ചെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. എന്നാൽ നല്ലോണം ചിപ്സ് നല്ല എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇതാ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണ്ടി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ചക്കക്കുരു ചിപ്സ് ആണെന്ന് ആരും പറയില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മളെ ചിപ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇവിടെ കുറച്ച് ഓയിലേ ഉള്ളായിരുന്നു, അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം വാരുകയാണെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിപ്സ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചക്കക്കുരു ചിപ്സ് ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി കഴിച്ച് നോക്കൊണ്ടിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയിൽ കൂട്ടി കഴിച്ചവരുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി, അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒന്നും ആരും വെറുതെ കളയണ്ട. കുറച്ച് വലിയ ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.